ഇപ്പോൾ ഈ ആന കിടക്കുന്ന സ്ഥലത്ത് JCB കൊണ്ടുവന്ന് ഒരു വഴി വെട്ടുകയാണ്. അതിനുശേഷം ലോറി കൊണ്ടുവരും, ക്രെയിൻ കൊണ്ടുവന്ന് പിന്നീട് ആനയെ ഉയർത്തി ലോറിയിലേക്ക് മാറ്റാനാണ് നിലവിൽ വനംവകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. കുങ്കിയാനകൾ ഈ ആന കിടക്കുന്ന ഭാഗത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട്. 3 കുങ്കിയാനകളും ഇവിടെ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും ആശങ്കയായിട്ട് നിൽക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വെടിയേറ്റ ആനയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ചാണ്. ഈ ആനയോടൊപ്പം ഏഴാറ്റുമുഖം ഗണപതി ഉണ്ടായിരുന്നു, കാട്ടാനയായിരുന്നു. ആ കാട്ടാന ഈ വെടിയേറ്റ ആനയെ താങ്ങി നിർത്താൻ, ആവശ്യമാണെന്ന് മനസ്സിലാക്കി താങ്ങി നിർത്താൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ഏഴാറ്റുമുഖം ഗണപതിക്ക് പോലും അത് കഴിഞ്ഞില്ല. ആന മയങ്ങി വീഴുകയാണ് ഉണ്ടായത്. പക്ഷേ ആ വീഴ്ച എത്രത്തോളം ആ ആനയ്ക്ക് ആഘാതമുണ്ടാക്കി എന്നതൊരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നുണ്ട്. അതിൻ്റെ ആരോഗ്യസ്ഥിതി എത്രത്തോളം ഗുരുതരമായിട്ടുണ്ട് എന്നുള്ളൊരു ചോദ്യചിഹ്നമായി നിൽക്കുന്നുണ്ട്. കാരണം നിലവിൽ തന്നെ അവശനായി കാണപ്പെടുന്ന ആനയായിരുന്നു ഈ പരിക്കേറ്റ ആന. കഴിഞ്ഞ ദിവസങ്ങളിൽ തീറ്റ പോലും എടുക്കാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ടായിരുന്നു. വലിയ രീതിയിൽ ആരോഗ്യം മോശമായി. നമ്മുടെ കാഴ്ചയിൽ തന്നെ നമുക്കത് അറിയാൻ കഴിയും. ആനയുടെ ആരോഗ്യസ്ഥിതി ക്ഷയിച്ചു എന്നുള്ളത്. തീറ്റ പോലും എടുക്കാൻ കഴിയാത്ത ദിവസങ്ങളായിട്ട് തള്ളി നീക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സമീപ പ്രദേശങ്ങളിലുള്ള ആൾതാമസമുള്ള സ്ഥലങ്ങളിൽ ഇറങ്ങി വാഴയും മറ്റും ആയിരുന്നു ഇത് ഭക്ഷിച്ചുകൊണ്ടിരുന്നത്. പനയൊക്കെ തള്ളിമറിക്കാൻ പോലും അതിന് കഴിയാത്തൊരവസ്ഥയുണ്ടായിരുന്നു. സാധാരണ ഇവിടെ ഈ പ്രദേശത്തെ ആനകളൊക്കെ പനയൊക്കെ തള്ളിമറിച്ച് അത് പൊളിച്ചാണ് തിന്നുന്നത്. പക്ഷേ ഈ ആനയ്ക്ക് മസ്തകത്തിൽ പരിക്കേറ്റതിനാൽ അങ്ങനെ തീറ്റ തേടാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഈ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് പോവുകയും വാഴ ഉൾപ്പെടെയുള്ളവ ഭക്ഷിക്കുകയും ചെയ്തത്. അങ്ങനെ ദിവസങ്ങൾ തള്ളി നീക്കുകയായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ മയക്കുവെടി, 1 മാസത്തിനുള്ളിൽ 2ാമത്തെ തവണയാണ് ആനയ്ക്ക് മയക്കുവെടി ഏക്കുന്നത് എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. നിലവിൽ കൊടുത്തിരിക്കുന്ന മയക്കുവെടി ഡോസ് കുറവായിരിക്കും. കാരണം ആരോഗ്യം മോശമായ സ്ഥിതിക്ക് അധിക ഡോസ് ആവശ്യം വേണ്ടിവരില്ല. പക്ഷേ ആ ഡോസ് പോലും ഈ ആനയുടെ ശരീരത്തിന് എത്രത്തോളം ആഘാതം ഉണ്ടാക്കി എന്നുള്ളത് ഇനിയുള്ള മണിക്കൂറെ നമുക്ക് മനസ്സിലാകുകയുള്ളൂ. എന്തായാലും വനംവകുപ്പിന് മുന്നിൽ ഇതല്ലാതെ മറ്റൊരു മാർഗം ഇല്ലതാണ്. കാരണം ഈ ഇത്രയും പരിക്കേറ്റ ഒരു ആനയെ മയക്കുവെടി വെച്ച് പിടിച്ച് ചികിത്സ നൽകുക എന്നുള്ളതല്ലാതെ ഇവിടെ വിട്ടുകൊണ്ടൊരു ചികിത്സ സാധ്യമല്ല. സാധ്യമായൊരു കാര്യം ആണ് വനംവകുപ്പും ചെയ്യുന്നത്. പക്ഷേ ആ സാധ്യമായ കാര്യം ചെയ്യുമ്പോഴും ആനയുടെ ആരോഗ്യം അതൊരു സംശയമായി തന്നെ ഇപ്പോൾ നിൽക്കുകയാണ്. എന്തായാലും വരുന്ന മണിക്കൂറിൽ അതിൽ വ്യക്തത വരും. 2 മണിക്കൂറോളം ഇതിൻ്റെ ഒരു സെഡേഷൻ അല്ലെങ്കിൽ മയക്കം ആനയ്ക്ക് ഉണ്ടാകും. അതിനിടയിൽ തന്നെ ആനയെ ഇവിടെ നിന്ന് മാറ്റാനാണ് ശ്രമിക്കുന്നത്. കോടനാടാണ് കൂടൊരുങ്ങിയിരിക്കുന്നത്. അതെല്ലാം സജ്ജമായി കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഇതെല്ലാം സജ്ജമായി നിൽക്കുമ്പോഴും ഈ മയങ്ങി വീണ അല്ലെങ്കിൽ നിൽക്കാൻ പോലും കഴിയാതെ വീണ് പോയ ഈ ആനയുടെ ആരോഗ്യം ഇത് പൂർത്തിയാക്കി അഭയാരണ്യത്തിൽ എത്തിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് തോന്നുന്നു. അതിനുള്ളിൽ ഈ JCB കൊണ്ടുവന്ന് വഴിവെട്ടണം, ക്രെയിൻ കൊണ്ടുവരണം, കുങ്കിയാനകളെ ഉപയോഗിച്ച് മറിഞ്ഞു വീണ ഈ പരിക്കേറ്റ ആനയെ ഉയർത്തി വാഹനത്തിലേക്ക് കയറ്റണം, എലിഫന്റ് ആംബുലൻസിലേക്ക് കയറ്റണം. അങ്ങനെ നിരവധി കാര്യങ്ങളാണ് ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നടക്കേണ്ടതും, അല്ലേ? അതെ, തീർച്ചയായിട്ടും അതിനുള്ള നടപടികളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ JCB കൊണ്ടുവന്ന് റോഡ് ഒരു വഴി തെളിക്കുകയാണ്. ആന കിടക്കുന്ന സ്ഥലത്തേക്ക് ഈ എലിഫന്റ് ആംബുലൻസിന് കയറി പോകാനുള്ള വഴി തെളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ അത് തെളിച്ച് കഴിയുമ്പോഴത്തേക്ക് ലോറിയും ആംബുലൻസായ ലോറിയും അങ്ങോട്ടേക്ക് എത്തും. അതിനുശേഷം ഈ ആനയെ പൊക്കിയെടുക്കുക എന്നുള്ളതാണ്. ഈ 3 കുങ്കിയാനകൾ ഇതിനോടൊപ്പം നിലയുറപ്പിച്ചിട്ടുണ്ട്. മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആ കുങ്കിയാനകളെ കൊണ്ട് നേരിടുകയും ചെയ്യും. പക്ഷേ ആശങ്ക എന്ന് പറയുന്നത് ഇതിൻ്റെ ആരോഗ്യസ്ഥിതിയാണ്. ഏഴാറ്റുമുഖം ഗണപതിയൊക്കെ ഇതിൻ്റെ സമീപത്തുണ്ടായിരുന്നു. പോലീസും വനംവകുപ്പും ഒക്കെ വെടിയൊക്കെ പൊട്ടിച്ചിട്ടാണ് മറ്റ് കാട്ടാനകളെ ഈ പ്രദേശത്ത് നിന്ന് അകറ്റി നിർത്തിയിരിക്കുന്നത്. അത് വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ വാച്ചർമാർ ഉൾപ്പെടെയുള്ളവർ നിരീക്ഷിക്കുന്നുണ്ട്. ഈ പ്രദേശം മുഴുവൻ ഇപ്പോൾ വനംവകുപ്പിൻ്റെ ഒരു നിയന്ത്രണത്തിലാണ് എന്ന് തന്നെ പറയാം. മാധ്യമങ്ങളെയും അകത്തേക്ക് കയറ്റിവിട്ടില്ല. ഇതിപ്പോൾ ഈ ചെക്ക് പോസ്റ്റിന് അടുത്തായതുകൊണ്ടാണ് നമുക്കിങ്ങനെ കാണാൻ കഴിയുന്നത്. കുറച്ചുകൂടി അകത്തായിരുന്നെങ്കിൽ ഈ ദൃശ്യങ്ങളൊന്നും നമുക്ക് ലഭിക്കില്ലായിരുന്നു. വനംവകുപ്പ് നൽകുമ്പോൾ മാത്രമേ നമുക്കത് കിട്ടുള്ളായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് നടന്നിട്ടുള്ളത് ഇങ്ങോട്ടേക്ക് മാറിയ ഇത് ഈ ചെക്ക് പോസ്റ്റിന് അടുത്തായതുകൊണ്ടാണ് നമുക്ക് ഇത്രത്തോളം ദൃശ്യങ്ങൾ കിട്ടുന്നത്. അപ്പോഴും ഈ ദൃശ്യത്തിൽ ആ വെടിയേറ്റ ആനയില്ല എന്നുള്ളത് ഒരു ആശങ്കയായിട്ട് നിൽക്കുന്നത്. സാധാരണഗതിയിൽ ഇപ്പം നമ്മളോടൊപ്പം നമ്മുടെ ക്യാമറമാൻ ബിനു തോമസും ഉണ്ട്. ഈ അരിക്കോമനൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. ആ സമയത്തൊക്കെ വെടിയേൽക്കുമ്പോൾ അത് അവിടെ തന്നെ സ്റ്റാൻഡിംഗ് പൊസിഷനിലാണ് നിന്നിട്ടുള്ളത്, അല്ലേ? സാധാരണയായിട്ട് കാണുന്ന അങ്ങനെ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള PT-7 ഒക്കെ നിൽക്കാനാണ് പതിവ്. പക്ഷേ ഇത് വെടിയേറ്റ ഉടനെ തന്നെ നിമിഷങ്ങൾക്ക് തന്നെ താഴേക്ക് വീണു. അതൊരു നല്ല സൈനല്ല. ഒന്നാമത് അതിൻ്റെ ആരോഗ്യം അത്ര മോശമായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്തിരുന്നു. വളരെ അടുത്തൊരു 3-4 മീറ്റർ അടുത്ത് നിന്നാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. ആന തീറ്റയെടുക്കുന്നു, നമ്മളവിടെ ഷൂട്ട് ചെയ്യുന്നു. ആന ഒരു ശ്രദ്ധ പോലും നമ്മളിലേക്ക് മാറ്റിയില്ല. ആന അത് ഭക്ഷണം തിന്നുകൊണ്ടേയിരിക്കണം. അത്രത്തോളം ആനയ്ക്ക് വിശപ്പുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ തീറ്റ എടുക്കാൻ പറ്റാത്തൊരവസ്ഥയും ആനയ്ക്കുണ്ടായിരുന്നു. അത് മാത്രമല്ല, നമ്മുടെ അടുത്ത് അന്ന് വന്ന ഫോറസ്റ്റ് ഓഫീസേഴ്സ് തന്നെ സൈഡിൽ നിന്നിട്ട് പറഞ്ഞത്, നമ്മൾ പോയി നിന്നത് ഒരു 10 അടി അത്ര അടുത്തായിരുന്നു ഷൂട്ട് ചെയ്ത്. നമ്മൾ കുറച്ച് ഹൈറ്റിലായിരുന്നു. പക്ഷേ ആ ഡിസ്റ്റൻസ് പോലും സാധാരണ
സാധാരണ മറ്റൊരു കാട്ടാനയാണെങ്കിൽ ചാർജ് ചെയ്യും. ഇത്രയും ആൾക്കാർ അടുത്ത് വന്ന് നിൽക്കുമ്പോഴത്തേനും ഇത് മുഴുവൻ തിന്ന് കഴിച്ചു ശാന്തമായിട്ട് വേറൊരു വഴിക്ക് മടങ്ങിപ്പോയി. ഒരു മനുഷ്യനെ ശ്രദ്ധിക്കാനോ ഒന്നുള്ള ആരോഗ്യം പോലും അത്ര പോലും ആരോഗ്യം ഉണ്ടായിരുന്നില്ല. എങ്ങനെയും ഭക്ഷണം കഴിക്കുക എന്ന് മാത്രമേ ഉണ്ടായിരുന്നു. അതെ 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 ജീവൻ നിലനിർത്താൻ വേണ്ടി എങ്ങനെയെങ്കിലും ഭക്ഷണം കഴിക്കുക. മനുഷ്യന്മാർ കുഴപ്പമില്ല. ദയനീയ അവസ്ഥയിലേക്ക് ആന പോയിരുന്നു ആരോഗ്യസ്ഥിതി. ആ ആനയ്ക്കാണ് ഇപ്പോൾ മയക്കുവെടി തീർച്ചയായും പക്ഷേ ആ മയക്കുവെടി വെച്ചു മയങ്ങി വീണു. അതിനുശേഷം ഇതാ വാഹനത്തിലേക്ക് കയറ്റുന്നതിനുള്ള മുന്നോടിയായി ക്രെയിനും മറ്റ് സംവിധാനങ്ങളും എത്തിക്കേണ്ടതുണ്ട്. എലിഫന്റ് ആംബുലൻസ് എത്തണം. അതിനുള്ള വഴി ഒരുക്കുകയാണ് ഈ ഘട്ടത്തിൽ അവിടെ നടക്കുന്നത്. ദൗത്യ സംഘ അംഗങ്ങളെയൊക്കെ നമുക്ക് തത്സമയ ദൃശ്യങ്ങളിൽ അവിടെ നിന്നും കാണാനാവുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മുടെ പ്രേക്ഷകരൊക്കെ പറയുന്നുണ്ട് മാതൃഭൂമി ന്യൂസിന് 1000 അഭിനന്ദനങ്ങൾ, ഇന്നത്തെ ദിവസം അതിമനോഹരമായ ഒരു ദൃശ്യം സമ്മാനിച്ചതിന് എന്ന് പറയുന്നുണ്ട്. മിജേഷ് മാർക്കോസ് എന്നൊരാൾ പറയുന്നു, ഗണപതി അവനെ വീഴാതെ താങ്ങി നിർത്താനാണ് ശ്രമിച്ചത്. അപ്പോൾ അവൻ എതിർദിശയിലേക്ക് വീണുപോയി. അവന്റെ സഹോദരന്റെ മൃഗത്വം നൽകിയ കരുതൽ മനുഷ്യത്വം തീരെയില്ലാത്തവർക്ക് പ്രതീക്ഷിക്കുന്നില്ല എന്നൊക്കെയാണ് മിജേഷ് പറയുന്നത്. പല കമന്റ് ഇടുന്നവർക്കുള്ള മറുപടി കൂടി പ്രേക്ഷകരിട്ടാന്ന് തോന്നുന്നു. അതെ അതെ, ഒരുപാട് പേര് വളരെ മോശമായൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ ദൃശ്യങ്ങൾ കണ്ടാൽ എങ്ങനെയാണ് അങ്ങനെ പറയാൻ കഴിയുക? മനുഷ്യന്റെ മനുഷ്യത്വം ഇല്ലായ്മ വീണ്ടും വീണ്ടും വെളിവാക്കുന്ന ചില കമന്റൊക്കെ കാണേണ്ടിയും വരുന്നു.